ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ബെൻ തോമസ് ജോൺ മീനടം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കൊടുവിട്ടോടുവിൽ ഞാൻ നാട്ടിലെ വീടിന്റെ മുൻപിലെത്തും, പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. കൊടുവിട്ടോടുവിൽ ഞാൻ നാട്ടിലെ വീടിന്റെ മുൻപിലെത്തും. വീണ്ടും ഒരു പ്രഭാതം കൂടെ തന്ന ദൈവത്തിന് സ്തോത്രം. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നല്ലോ എബ്രഹാം ലിങ്കൺ. ഒരിക്കൽ അദ്ദേഹം ഒരു സർക്കാർ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കടന്നു വരുന്ന ആളുകളുടെ ഷൂ വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു ബാലനെ കണ്ടു. ആ ബാലൻ എബ്രഹാം ലിങ്കന്റെ ഷൂവും വൃത്തിയാക്കുവാനായിട്ട് ശ്രമിച്ചു. സാധാരണ അങ്ങനെ ഷൂ വൃത്തിയാക്കപ്പെടുമ്പോൾ ആളുകൾ നിൽക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ എബ്രഹാം ലിങ്കൺ ആ ബാലനോടുകൂടെ നിലത്തിരിക്കിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷം താൻ ചെയ്ത പ്രവൃത്തിയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. ആ ബാലൻ തൻ്റെ ഷൂ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ എബ്രഹാം ലിങ്കൺ ആ ബാലൻ്റെ ഷൂവും വൃത്തിയാക്കി കൊടുത്തു. താഴ്മയുടെ ഒരു പ്രവൃത്തിയായി ലോകം അന്ന് ആ സംഭവത്തെ വിശദീകരിച്ചു. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഗുണമാണ് താഴ്മ. എന്താണ് താഴ്മ? സ്വയം പുകഴുവാനായിട്ട് അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ ദൈവം എന്നെ സഹായിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാനും നിലനിൽക്കുവാനും സാധിക്കുന്നത് എന്ന് വിചാരിച്ച് ആ മനോഭാവത്തോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടുന്നതിനാണ് താഴ്മ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്നത് ഇസ്രായേലാണല്ലോ. ഇസ്രായേലിനെ ദൈവം ധാരാളം ഉയർത്തി. അബ്രഹാമിലാണ് ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് BC 1446 ഇസ്രായേൽ മക്കൾ 400 വർഷത്തിലധികം നീണ്ടുനിന്ന മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പോരുമ്പോൾ അവർ ഒരു വലിയ രാഷ്ട്രമായി തീർന്നിരുന്നു. അതിനുശേഷം ദൈവം അവർക്ക് കനാൻ നാട് വാഗ്ദത്തം ചെയ്തത് നൽകി. അവർ ചോദിച്ചതെല്ലാം ദൈവം അവർക്ക് നൽകി. എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യം, ഇതെല്ലാം ലഭിച്ചപ്പോൾ ഇസ്രായേൽ അഹങ്കാരികളായി തീരുകയും ജീവനുള്ള ദൈവത്തെ വിട്ട് അന്യദേവന്മാരുടെ പിന്നാലെ പോവുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ദൈവം ഇസ്രായേലിനെ ശിക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. ആ ശിക്ഷയെക്കുറിച്ച് അവരെ അറിയിക്കുവാനായിട്ടാണല്ലോ പലപ്പോഴായി പല പ്രവാചകന്മാരെ ദൈവം അവരുടെ നടുവിലേക്ക് അയച്ചത്. ഇതിനോടകം ഇസ്രായേൽ എന്ന രാഷ്ട്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. BC 931 വടക്കേ രാജ്യം എന്നറിയപ്പെടുന്ന ഇസ്രായേലും തെക്കേ രാജ്യം എന്നറിയപ്പെടുന്ന യഹൂദിയയും. പല പ്രവാചകന്മാരും മാറി മാറി അവരോട് ദൈവം അവർക്ക് വരുത്തുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി. എന്നാൽ എപ്പോഴും ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും തിരിച്ചു വരാൻ ദൈവം അവരോട് ആഹ്വാനം ചെയ്യുന്നു എന്നും ഈ പ്രവാചകന്മാർ ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തിരിച്ചു വന്നാൽ ദൈവം ക്ഷമിക്കും എന്നും തിരിച്ചവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനാണ് ദൈവം, ഈ വാർത്തയും ആവർത്തിച്ച് കേൾപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരുന്നു. അങ്ങനെ BC 700 ഇസ്രായേലിനോട് ദൈവം വരുത്തുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുവാൻ ദൈവം അയച്ച പ്രവാചകനാണ് മീഖ. മീഖ ഇസ്രായേലിൻ്റെ അടുത്തേക്ക് ചെന്ന് വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ശമര്യയ്ക്കും തെക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ യെരുശലേമിനും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും എന്തുകൊണ്ടാണ് ദൈവം അത്തരത്തിലൊരു ന്യായവിധി അവരുടെ ഇടയിലേക്ക് അയക്കാൻ പോകുന്നത്, അവരുടെ ആത്മീക അധപതനം, നേതൃനിരയിലുള്ളവർ തന്നെ അനാത്മികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അങ്ങനെ കാര്യകാരണ സഹിതം അതൊക്കെയും വിശദീകരിച്ച് നൽകി. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ദൈവം ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ മടങ്ങി വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന ദൈവം അവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഉണ്ട്. അത് മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം: മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും
നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? തനിക്കെതിരെ മറുതലിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന തൻ്റെ സ്വന്തം ജനത്തോട് ഇത്രയൊക്കെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിയിട്ടും തന്നെ വിട്ട് അന്യദേവന്മാരുടെ പിന്നാലെ പോയ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് ദൈവം വീണ്ടും ചോദിക്കുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഇതല്ലാതെ എന്താണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്? ദൈവം അവരോട് പണമോ മറ്റ് ത്യാഗപരമായ ഒരു കാര്യങ്ങളുമല്ല ആവശ്യപ്പെടുന്നത്. താഴ്മയോടെ എൻ്റെ മുൻപിൽ നടക്കുക. ഒരുപക്ഷെ ഇസ്രായേൽ വിചാരിച്ചിട്ടുണ്ടാവും തങ്ങളുടെ കഴിവുകൊണ്ടാണ് തങ്ങൾ ഇതൊക്കെയും നേടിയെടുത്തത്, വാഗ്ദത്ത നാട് സ്വന്തമാക്കിയത്, ഇപ്പോൾ ഒരു രാഷ്ട്രമായിട്ട് നിൽക്കുന്നത്. എന്നാൽ ദൈവം പറയുകയാണ്, അല്ല, ഞാൻ നിങ്ങളെ സഹായിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കതൊക്കെയും നേടുവാനായിട്ട് കഴിഞ്ഞത്. എൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കുക. പ്രിയ ദൈവമക്കളെ, ഇതാണ് നമ്മളോടും ദൈവത്തിന് പറയുവാനായിട്ടുള്ളത്. ദൈവം നമ്മെ തൻ്റെ പുത്രൻ്റെ രക്തം നൽകി വീണ്ടെടുത്തു. കാലാകാലങ്ങളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. അന്നു മുതൽ അനേക ആത്മിക നന്മകൾ ദൈവം നമുക്ക് നൽകി. ഭൗതികമായ നന്മകളും ദൈവം നമുക്ക് നൽകി. എന്നാൽ നമ്മളുടെ വിശ്വാസ ജീവിത വഴിത്താരയിൽ പലപ്പോഴും താഴ്മയുടെ മനോഭാവം വിട്ട് അഹങ്കാരികളും നിഗളികളുമായിട്ട് നാം തീർന്നിട്ടില്ലേ? നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടാണ്, നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ടാണ്, നമ്മുടെ സമ്പത്ത് കൊണ്ടാണ്, നമ്മുടെ ആരോഗ്യം കൊണ്ടാണ് ഇതൊക്കെയും നേടിയെടുത്തത് എന്ന മനോഭാവം ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ലേ? എന്നാൽ അത്തരത്തിലൊരു മനോഭാവം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മോട് ദൈവം ചോദിക്കുന്നത്, നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനായിട്ടാണ്. നമുക്ക് ആ മനോഭാവത്തിലേക്ക് മടങ്ങി വരാം. ദൈവസന്നിധിയിൽ താഴ്മയോടെ നമുക്ക് നടക്കാം. ഓരോ നിമിഷവും ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ നിൽക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടും അവിടുന്ന് എന്നെ നിർത്തുന്നത് കൊണ്ടും മാത്രമാണ്. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ താഴുന്നു, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. സദൃശ്യവാക്യങ്ങൾ 22:4 നാം ഇങ്ങനെ വായിക്കുന്നു: താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. വീണ്ടും യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം: കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവസന്നിധിയിൽ താഴുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം താഴുമ്പോൾ ദൈവം തൻ്റെ സന്നിധിയിൽ നമ്മളെ ഉയർത്തും, നമ്മെ മാനിക്കും. അതിനായിട്ട് എല്ലാ കേൾവിക്കാർക്കും ഇടയാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. അതുകൊണ്ട് സ്വയം പുകഴുവാനോ അഹങ്കരിക്കുവാനോ നമുക്കൊന്നുമില്ല. അത്തരത്തിലൊരു മനോഭാവം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. മീഖ 6:8 ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.